അപ്പോൾ നമ്മൾ സബ്സ്ക്രിപ്റ്റ് സെക്ഷനിൽ 4-ാമത്തെ സ്കന്ധം വരെ എത്തിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ഞാനൊരു ചെറിയൊരു കാര്യം എൻ്റെ അഭിപ്രായം പറയണമെന്ന് വിചാരിച്ചു. ഈ കഥകളൊക്കെ കേൾക്കണ പലരും വിചാരിക്കും ഇതൊക്കെയാണ് ഭാഗവതം, എന്തൊക്കെയോ കുറേ കഥകൾ പറഞ്ഞു പോകുന്നു, ഇങ്ങനെയൊക്കെയാണ് എന്തൊക്കെയോ പറയുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഭാഗവതം ആക്ച്വലി ഇതൊന്നുമല്ല. അതായത് എന്നാൽ ഇതല്ലേ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ്, പക്ഷെ ഇതൊന്നും അല്ല. കാരണം ഇതിപ്പോൾ എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ 12 പാത്രങ്ങളുണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ ഉള്ളിൽ എന്താണ് ദ്രവ്യം എന്നറിയില്ല. പുറമേ നിന്ന് നോക്കണ ഒരാൾ ആ പാത്രങ്ങളെ വർണ്ണിച്ച് പോവാണെന്ന് വിചാരിക്കുക, വിത്തൗട്ട് ആക്ച്വലി ടച്ചിങ് ദ കണ്ടൻറ്റ്. ആ ബാഹ്യമായി കാണപ്പെടുന്ന ആ സാധനങ്ങളെ ഇങ്ങനെ വർണ്ണിച്ച് നല്ലോണം വർണ്ണിച്ച പാത്രങ്ങളുടെ ഷേപ്പ്, അതിൻ്റെ കളറ്, അത് ഇതൊക്കെ ഇങ്ങനെ വർണ്ണിച്ച് പോയാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെയാണ് ഈ പറയപ്പെടുന്ന കഥകളും എല്ലാം. ഇതൊന്നും റിയൽ ആയിട്ടുള്ള ആ കണ്ടൻറ്റിലേക്ക് ടച്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ റിയലായി കണ്ടൻറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ അതൊരു അനുഷ്ഠാനമാണ്. അത് പറഞ്ഞ് കേട്ടിട്ടൊന്നും വരേണ്ട കാര്യമല്ല, അങ്ങനെ പഠിച്ച് വരേണ്ടതോ അങ്ങനെ കേട്ടുകൊണ്ടിരുന്നിട്ട് വരേണ്ട കാര്യമില്ല. കേൾക്കണമെങ്കിൽ ആ മൂല മന്ത്രങ്ങൾ കേൾക്കുകയാണെങ്കിൽ കേട്ടാൽ മതി. അല്ലെങ്കിൽ നമ്മൾ അനുഷ്ഠാനമായി മന്ത്രങ്ങളിലൂടെ തന്നെ ആ ശ്ലോകങ്ങളിലൂടെ തന്നെ പോകേണ്ട ഒരു അനുഷ്ഠാന ഗ്രന്ഥമാണ് അത് വേറെയാണ്. അത് ആ രസം അതിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ പാത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു പോകുന്നത്. അതിൻ്റെ ഉള്ളിലെ സാധനം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി വരണമെങ്കിൽ കുറേ സമയമെടുക്കും. അപ്പോൾ നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ ഒരു ശൈലി തന്നെ, ഭഗവാന്റെ ഇച്ഛ തന്നെ അങ്ങനെയാണ്. പരോക്ഷവാദോ ഋഷയ പരോക്ഷം ച മമ പ്രിയം എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഒരു സ്ഥലത്ത്. പരോക്ഷവാദമാണ് ഋഷികളെല്ലാവരും ചെയ്യുന്നത്. പരോക്ഷവാദം എന്ന് പറഞ്ഞാൽ ഏകദേശം മനസ്സിലാവണമെങ്കിൽ പ്രത്യക്ഷമല്ലാതെ പറയുക. അതാണ് നമ്മുടെ സനാതനധർമ്മം നിലനിൽക്കാൻ തന്നെ ഒരു പ്രധാന കാരണം. അതാണ് പരോക്ഷവാദോ ഋഷയ പരോക്ഷം ച മമ പ്രിയം, ഞാനും അതിനെ അനുകൂലിക്കുന്ന ആളാണെന്ന് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ഇച്ഛയാണ് ഋഷിമാരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ധർമ്മം നിലനിന്ന് പോണത്. അതായത് ഒരു എഡ്യൂക്കേഷൻ്റെ ലെവലിൽ നോക്കുകയാണെങ്കിൽ യു ഷുഡ് എൻറ്റർ ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ. നമ്മളത് ഡിഗ്രിയിലേക്ക് എത്തണമെങ്കിൽ മേ ബി 10, 12, 17 കൊല്ലത്തേക്ക് പഠിത്തം വേണം. അതിനെക്കുറിച്ച് ഇപ്പോൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. യു ജസ്റ്റ് എൻറ്റർ LKG UKG. ആരും ഇതിൽ നിന്ന് വിട്ടുപോകാതിരിക്കണം. ആ ഒരു പ്രൊസീജിയറിൽ എല്ലാവരും കയറണം എന്ന് ഋഷിമാരുടെ ഒരു ഡിസൈനാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഈ കഥാഗോളങ്ങളിലൂടെ അങ്ങനെ പോവുക, പാത്രങ്ങളിൽ തന്നെ ശ്രദ്ധിക്കുക, കണ്ടൻറ്റ് പതുക്കെ കൈകാര്യം ചെയ്യാനുള്ളതിലേക്ക് എത്തും. അങ്ങനെ അതൊരു അനുഷ്ഠാനമായി വരും. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള രസത്തിലേക്ക് എത്തും. അത് അങ്ങനെ ക്വാളിഫിക്കേഷൻ ബിൽഡ് ചെയ്ത് കയറി വരണം എന്ന് തന്നെയാണ് ഭഗവാന്റെ ഇച്ഛ, പ്രകൃതിയുടെ ഇച്ഛ, ഋഷിമാരുടെ ഇച്ഛ. അങ്ങനെ ഈ കഥാഗോളങ്ങളൊക്കെ മനസ്സിലായി, സ്ട്രക്ചർ മനസ്സിലായി, പതുക്കെ നമ്മളതിൽ ശ്രദ്ധിച്ചു തുടങ്ങും. പിന്നെ നമ്മുടെ ഒരു അനുഷ്ഠാന ഗ്രന്ഥമായി അത് മാറും, അനുഷ്ഠാനത്തിലേക്ക് വരും. അങ്ങനെ വരുന്ന സമയത്ത് ശരിക്കുള്ള ശ്ലോകങ്ങളിലൂടെ നമ്മൾ പോയി തുടങ്ങും. അപ്പോഴൊന്നും മനസ്സിലാവുന്നില്ല. ആദ്യം പതുക്കെ ആ അഗ്നി ജ്വലിച്ച് തുടങ്ങും. അങ്ങനെയാണ് ആ പ്രോസസ്സ് ബിൽഡ് ചെയ്ത് തുടങ്ങും. കൊല്ലങ്ങളുടെ പ്രയത്നം വേണ്ടി വരും, അല്ലെങ്കിൽ ആ ഒരു ശ്രദ്ധ വേണ്ടി വരും. അപ്പോൾ അതൊന്ന് എളുപ്പമാക്കാൻ ആ ഒരു സ്ട്രക്ചർ പറഞ്ഞു തരിക എന്നുള്ളതാണ്. ഇതാണ് ഭാഗവതം എന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന് വെച്ച് പറഞ്ഞു എന്ന് മാത്രം. പണ്ട് ഞാനിതിങ്ങനെ ഈ സപ്താഹമൊക്കെ കേൾക്കാനൊക്കെ പോണ സമയത്ത് പണ്ട് സപ്താഹം കേൾക്കുമ്പോൾ എങ്ങനെയായിരുന്നു വെച്ചാൽ അർത്ഥം പറയുമല്ലോ, പ്രഭാഷണം, അർത്ഥം പറയുന്ന സമയത്താണ് എനിക്ക് താല്പര്യം. ഈ മൂലം വായിക്കുന്ന സമയത്ത് അത് ബോറടി ആയിട്ട് ഞാൻ അവിടെ നിന്ന് എണീറ്റ് വരും. അപ്പോൾ അങ്ങനെ അർത്ഥങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് അവർ പറയുന്ന പ്രഭാഷണമൊക്കെ ശ്രദ്ധിച്ച് കഥയൊക്കെ മനസ്സിലാക്കി സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കി ഇങ്ങോട്ട് പോരുമായിരുന്നു.
മൂലം വായിക്കുമ്പോൾ അത്ര ശ്രദ്ധയൊന്നുമില്ല, ചിലപ്പോൾ എണീറ്റ് പോരും അവിടുന്ന് തന്നെ അടുത്ത പ്രഭാഷണം തുടങ്ങട്ടെ അപ്പോഴേക്കും വരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവമുണ്ട്. അതേ ഞാൻ ഇപ്പോൾ പ്രഭാഷണം കേൾക്കുമ്പോൾ വളരെ അരോചകമായി തോന്നും. പ്രഭാഷണം കേൾക്കുമ്പോൾ അവിടുന്ന് എണീറ്റ് പോവുകയാണ് നല്ലതെന്ന് തോന്നും. എന്നിട്ട് മൂലം വായിക്കുമ്പോൾ ആ മൂലത്തിൻ്റെ രസത്തിൽ അങ്ങനെ ഇരിക്കാനാണ് തോന്നുന്നത്. നേരെ ഉൾട്ടേ കാര്യങ്ങളെല്ലാം. അപ്പോൾ അത് കുറേ സമയം കൊണ്ട് വരുന്നൊരു കാര്യമാണ്. അത് എളുപ്പമാക്കാൻ ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും പ്രയോജനമാകാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു സംരംഭം നടക്കുന്നത്. പിന്നെ സാധാരണ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, സബ്സ്ക്രൈബ് ചെയ്യൂ, മറ്റേത് ചെയ്യൂ, അതിൽ ക്ലിക്ക് ചെയ്യൂ, ഇങ്ങനെ ഇതാക്കൂ, വ്യൂവർഷിപ്പ് കൂട്ടൂ, ലൈക്ക് അടിക്കൂ. ഇതൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയില്ല ഇതിനൊന്നും. എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം മലയാളം അറിയണം, ഭാഗവതത്തിനോടൊരു ഇഷ്ടം ഉണ്ടാവണം. എന്നാൽ വളരെ എക്സ്പേർട്സ് ആണെങ്കിൽ ഈ വകതിലൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. കാരണം ഓൾറെഡി അനുഷ്ഠാനത്തിലും ഇതിലൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ പിന്നെ ഈ ലെവലിൽ ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് വലിയ പ്രയോജനം ഉണ്ടാകാൻ വഴിയില്ല. അപ്പോൾ മലയാളി ആയിരിക്കണം, ഈ ഡിജിറ്റൽ വേൾഡിലേക്ക് ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കണം, ഭാഗവതത്തിനോടൊരു താല്പര്യം ഉണ്ടാവണം, അല്ലെ പഠിക്കണം എന്നൊരാഗ്രഹം ഉള്ളിൽ ഉള്ള ആളായിരിക്കണം, തുടക്കക്കാരനായിരിക്കണം. ഇതൊക്കെ ചേർത്ത് ഇങ്ങോട്ട് വരണ സമയത്ത് ഈ ലോകത്തിൽ ഒരു 50 പേര് ഉണ്ടാവുക സംശയമായിരിക്കും. അപ്പോൾ ഇതൊന്നും ഒരു വ്യൂവർഷിപ്പിന് വേണ്ടിയോ ഒന്നും പറയുന്ന കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ആവശ്യമില്ലാതെ കുറേ സബ്സ്ക്രൈബ് ചെയ്തു, കുറേ ആവശ്യമില്ലാത്തവരൊക്കെ കയറി ഇതിൽ കുറേ കണ്ടതായിട്ടൊന്നും യാതൊരു കാര്യമില്ല. അതൊന്നും അല്ല നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ശരിക്കും ഒരു ആർക്കെങ്കിലും അവർ കയറി വരണം എന്ന് തുടക്കത്തിൽ നല്ല ബുദ്ധിമുട്ടാണ് അതെന്ന് ശരിയായി മനസ്സിലാക്കി വരാൻ. പിന്നെ വേറൊരു നിർബന്ധം കൂടി ഉണ്ട് ഇവിടെ. അതായത് ഭാഗവതത്തിൽ നിന്ന് അണുപോലും വ്യതിചലിക്കരുത് ആ സ്ട്രക്ചറിൽ നിന്ന്. അതായത് എൻ്റേതായ കുറേ വാക്കുകൾ കൊണ്ടുവന്നിട്ട് ഒരു കാരണവശാലും അതിന്ന് ആ ഒരു ഡൈല്യൂട്ട് ചെയ്ത് പോകരുത്. ഇപ്പോൾ സബ്സ്ക്രിപ്റ്റ് എന്നുള്ള സെക്ഷനിൽ തന്നെ ആയാലും നമ്മൾ വെറുതെ കഥ പറഞ്ഞു പോവുകയാണെങ്കിലും സ്ട്രിക്ട്ലി ഭാഗവതം, ഋഷി എന്താണോ പറയുന്നത്, ഭഗവാൻ എന്താണോ പറയുന്നത് അതിൽ മാത്രം നിന്നുകൊണ്ട് പോകണം. അതിന് പിന്നെ അത് നല്ലതായി തോന്നുന്നുണ്ടോ ചീത്തയായി തോന്നുന്നുണ്ടോ അതൊക്കെ ഭഗവാന്റെ ഉത്തരവാദിത്തമാണ്. അതായത് കഥ ഇഷ്ടമായോ ഇഷ്ടമായില്ലേ, അപ്പോൾ ആ ഒരു ഫ്ലോ ഓഫ് മാറ്റർ ഇഷ്ടമായോ ഇഷ്ടമായില്ലേ, അതൊന്നും എൻ്റെ ഉത്തരവാദിത്തമല്ല, അതാണ് ഭാഗവതം. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ നിൽക്കണം സ്ട്രിക്റ്റായിട്ട് എന്നുള്ള ഇതിലാണ് ഓരോ അധ്യായമായി തന്നെ ടച്ച് ചെയ്ത് കൊണ്ട് പോണത്. അങ്ങനെ ഒരു ഫെസിലിറ്റി എവിടെയും കിട്ടുന്നുണ്ടെന്ന് തോന്നില്ല. ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ എന്നുള്ളൊരു പിക്ചർ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എല്ലാവരും സ്വന്തമായ കാര്യങ്ങൾ വികസിപ്പിക്കും, കുറേ കാര്യങ്ങൾ ചാപ്റ്റർ വൈസ് ഒന്നും ടച്ച് ചെയ്യില്ല, അങ്ങനെ പോകുന്നതാണ് നമ്മൾ സാധാരണ പ്രഭാഷണങ്ങൾ. അതേ നടക്കുള്ളൂ അവിടുത്തെ സ്ഥലത്ത്. അപ്പോൾ ഈ ഒരു ലക്ഷ്യത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വെറുതെ സബ്സ്ക്രിപ്റ്റ് നമ്മളിപ്പോൾ ഇത്രയും ഇതായ സ്ഥിതിക്ക് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനിലൊരു ഈ പോയിൻ്റ് കൂടി ഒന്ന് കൺവേ ചെയ്യാമെന്ന് വിചാരിച്ചു എന്ന് മാത്രം. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, പലതിനോട് എനിക്ക് യോജിക്കാൻ പറ്റാത്ത 1-2 കാര്യം. സാധാരണ ആൾക്കാർ 2 തരത്തിലാണ് പോവുക. ഒന്നുകിൽ അനുഷ്ഠാനം വളരെ സ്ലോ ആയിട്ട് പോകും. വളരെ സ്ലോ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മളിത് അനുഷ്ഠാനമായി ഒരു അധ്യായം വായിക്കുന്ന സമയത്ത് ഓരോ ശ്ലോകവും വായിച്ച് അതിൻ്റെ അർത്ഥമൊക്കെ വായിച്ച് അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ വായിച്ച് അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. അതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. എന്നാൽ വളരെ ഫാസ്റ്റായിട്ട് വെറുതെ ഇത് മാത്രം കേട്ടുകൊണ്ട് അർത്ഥം മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അതൊരു എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഇതൊരു മിഡിൽ പാത്ത്. അതായത് അർത്ഥം അത്യാവശ്യം നമ്മൾ സപ്താഹത്തിലൂടെയും പ്രഭാഷണങ്ങളും കേട്ടാലേ ഈ ആ ഒരു സ്ട്രക്ചർ മനസ്സിലാവുള്ളൂ. പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള എസൻസ്, ആ ഒരു രസാമൃതം എന്ന് നമ്മൾ പേരിട്ടിരിക്കുന്നതിന് അതാണ്. തദ്രസാമൃത തൃപ്തസ്യ നാന്യത്രസ്യാദ്രതിക്വജിൽ എന്ന അവസാനത്തെ അധ്യായത്തിൽ വരുന്നുണ്ട്. അതായത് ഈ രസാമൃതത്തിൽ തദ്രസാമൃത തൃപ്തസ്യ ഒരു തൃപ്തി വന്ന ഒരാൾക്ക് നാ അന്യത്രസ്യാദ് രതിക്വജിൽ എന്നാണ്. വേറെ ഒന്നിലും രതി തോന്നില്ല. രതി എന്ന് പറഞ്ഞാൽ രമിക്കാനുള്ള വേറെ ഒന്നിലും ആ ഒരു രമിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാവില്ല. കാരണം അത്ര രസത്തിൻ്റെ ഒരു പ്രവാഹമാണ് ഭാഗവതത്തിൽ വരുന്നത്. അപ്പോൾ അതിലേക്ക് എത്തണമെങ്കിൽ അനുഷ്ഠാനം തന്നെ വേണം. അവിടെ കയറിയിട്ട് അർത്ഥം നോക്കാനോ
നമുക്ക് അർത്ഥം അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അഗ്നി അഗ്നി തന്നെയാണ്, ജ്വലിക്കും. അപ്പോൾ അർത്ഥം നോക്കി ഓരോ ശ്ലോകങ്ങൾ നോക്കി പോയാലും അതിനോട് യോജിക്കാൻ പറ്റില്ല. അതൊരു അനുഷ്ഠാനം. ഒരു അധ്യായം നമ്മൾ വായിക്കുകയാണെങ്കിൽ അത് മന്ത്രങ്ങളാണ്, അത് വെറും അനുഷ്ഠാനമായി ശ്രദ്ധയോടുകൂടി ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. ഋഷിയുടെ ഭഗവാൻ വേദവ്യാസ മഹർഷിയുടെ അനുഗ്രഹം കിട്ടിയാൽ ഇതെല്ലാം തന്നെ വരും. അതുകൊണ്ട് അതിനിടയിൽ കയറി അർത്ഥം നോക്കുക, അല്ലെങ്കിൽ കുറേ പ്രഭാഷണം കേൾക്കുക, അങ്ങനെ ഭാഗവതം ക്രാക്ക് ചെയ്യാൻ നോക്കിയാൽ ഒന്നും നടക്കില്ല. അത് വളരെ ഒരു ഒന്നും എത്താത്തൊരു വളരെ സ്ലോ ആയ ഒരു ഇതിലേക്ക് എത്തും. എന്നാൽ വളരെ ഫാസ്റ്റായിട്ട് വെറും അർത്ഥം മാത്രം കേട്ടുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ ഇതായി പോയിട്ടും കാര്യമില്ല. അപ്പോൾ ഫോർ ബിഗിനേഴ്സ് ഇറ്റ് ഈസ് ഗുഡ് ഒരു ഐഡിയ കിട്ടാൻ. പക്ഷെ പതുക്കെ നമ്മളത് അനുഷ്ഠാനത്തിലേക്കും മൂല ശ്ലോകങ്ങളിലും തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവിടെയാണ് ശരിക്കുള്ള ചൈതന്യം ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്.